അപ്പം ബിസ്ക്കറ്റ് ചായ ഇതിന്റെ ചായയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. ഇത് ഇക്ക കുടിച്ചിട്ടുണ്ട്, പക്ഷെ ഞങ്ങൾ മാത്രം കുടിച്ചിട്ടില്ല. അപ്പൊ ഞങ്ങൾക്ക് 4 ബിസ്ക്കറ്റ് ചായയുടെ കപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ടേസ്റ്റ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ നമ്മൾ രണ്ടുപേരുടെ ബിസ്ക്കറ്റ് ചായ കുടിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ബിസ്ക്കറ്റ് ചായയുടെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കടി ഒരു കുടിയാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പേര് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കതൊന്ന് കുടിച്ചു നോക്കാം. ഇത് കഴിക്കാം. ഇത് നമ്മൾ ഇത് കഴിക്കുക, അതാണ് കടി കുടി എന്നൊരു പേര് ഇതിന് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനെക്കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 3 ടേസ്റ്റാണ് ഇതിന് വരുന്നതെന്നാണ് പറയുന്നത്. 3-4 ടേസ്റ്റ് ഉണ്ട് ഇതിന്. കാരണം പല വെറൈറ്റി എന്ന് വെച്ചാൽ 1, 2, 3 കളർ മിക്സിങ്ങിലാണ് ഈ സാധനം ഉണ്ടാക്കിയിരിക്കുന്നത്. അങ്ങനെയാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അതിനെ കുറിച്ച് അറിയത്തുള്ളൂ. അപ്പോൾ നമ്മൾ കുടിക്കുന്ന അനുസരിച്ച് നമുക്ക് ടേസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ചായ റെഡി ആകുമ്പോൾ നമ്മൾ ഇതിൽ ഒഴിക്കുന്നതായിരിക്കും, നമ്മൾ കുടിക്കുന്നതായിരിക്കും. അപ്പോൾ ടേസ്റ്റ് നോക്കിയിട്ട് നമുക്ക് എല്ലാവരുമായിട്ട് എന്താണെന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കും. ഓക്കെ, അപ്പോൾ സന്ധിക്കും വരെ വണക്കം. നമ്മൾ അത് ചായ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ വിളിക്കാം. ഓക്കെ. അപ്പം ചായ റെഡിയായി. അപ്പം നമുക്ക് കപ്പൊന്ന് പൊട്ടിച്ച് നോക്കാം. കപ്പ് നമ്മൾ പൊട്ടിച്ചിരിക്കുകയാണ്. ഇതാണ് ബിസ്ക്കറ്റ് കപ്പ്. ഇത് ബിസ്ക്കറ്റാന്ന് തോന്നുന്നേ. നിക്ക് നന്നായിട്ട് ഇത് ആറ്റിയിട്ട് വേണം ഈ ചായ ഒഴിക്കാൻ. ചായ ഒഴിക്കാൻ പോവുകയാണ്. അപ്പം ഒഴിക്കാം നമുക്ക്. ചായ പതഞ്ഞ് കയറുന്നുണ്ട്. ചായ പെട്ടെന്ന് കുടിക്കണമെന്ന് തോന്നുന്നു. ഇല്ല, അലിഞ്ഞു പോതില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒന്ന് എടുത്ത് കുടിച്ചു വെക്കാം. അങ്ങനെ ബിസ്ക്കറ്റ് ചായ റെഡി. ഇങ്ങോട്ട് കാണിക്കുന്നേ. റെഡി. നമ്മളത് കുടിച്ചു നോക്കാം. ഇത് ബിസ്ക്കറ്റിന്റെ ടേസ്റ്റ് ആണ് കൂടുതലും, ഇല്ല? 3 ടേസ്റ്റ് ഉണ്ട്. ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. കുടിക്കുന്നതനുസരിച്ച് മാറി മാറി വരും ടേസ്റ്റ്. അജിക്കുട്ടന് കുടിച്ചു നോക്കണമെന്നുണ്ട്. കൊള്ളാം, എനിക്കിഷ്ടപ്പെട്ടു. ഈ പിന്നെ ചായക്കകത്ത് കുറച്ച് നട്ട്സ് ഒക്കെ ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുമായിരിക്കും. പിന്നെ ഞങ്ങള് ഇല്ലാത്തതിന്റെ പേരിൽ ഇട്ടില്ല, ചായ ആയിട്ട് ഇട്ടേ. പിന്നെ എൻ്റെ മോക്ക് കൊടുത്തിട്ട് ഒരു ഗോതമ്പിന്റെ ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഞാൻ എൻ്റെ കപ്പ് കഴിക്കുന്നില്ല, ഇക്കാടെ കപ്പ കഴിച്ചത്. ഈ കപ്പ് എനിക്കെന്തോ കടിച്ച് കഴിക്കാൻ തോന്നുന്നില്ല. ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞാൻ കഴിച്ചു കഴിഞ്ഞു കപ്പ്. അപ്പം നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ടേസ്റ്റ് ഉള്ളത് കൊണ്ടാണ് പറഞ്ഞത്. ഇതിനൊരു വെറൈറ്റി ടേസ്റ്റാണ്. അങ്ങനെ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങൾക്ക് ഇഷ്ടമായില്ല. കൊള്ളാം.
അപ്പോൾ നമുക്ക് ഇനി വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ ബൈ.